ഇല്ല ബിൽഡിംഗ് അവിടെ നിൽക്കുന്നില്ലേ എന്നാ പിന്നെ എന്താ അങ്ങോട്ട് മാറ്റായിരുന്നു? അങ്ങോട്ടെന്താ മാറ്റായിരുന്നു? ഇന്നലെ മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നു. ഇന്നിവിടെ മൃതദേഹം സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. കളക്ടർ അല്ലാതെ ആരും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ അത് ഓരോരുത്തരുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഓരോരുത്തരുടെ സമീപനമാണ്. ഒരാളെങ്കിലും ഒരു ഫോണിൽ വിളിച്ചെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരാളൊന്ന് ആശ്വസിപ്പിക്കണ്ടേ? അതുപോലും ചെയ്തില്ലല്ലോ. അതുപോലും ചെയ്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്, ഓരോരുത്തരുടെ സമീപനമാണ്. ഇത്തരം കാര്യങ്ങളിലുള്ള സമീപനം ഇന്നലെ മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും എല്ലാ ആളുകളും പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കോട്ടയത്ത്. എന്നിട്ട് പോലും അതൊന്നും ചെയ്തില്ല. അതൊക്കെ അവരുടെ ഔചിത്യവും അവരുടെ കാര്യം. ഞാനതിനൊന്നും പറയാൻ നിൽക്കുന്നില്ല. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും സംഭവ സ്ഥലം സന്ദർശിക്കാനോ കാര്യമായി ഇടപെടാനോ കഴിഞ്ഞില്ല. ഏതാണ്ട് മിനിറ്റുകൾക്കകം അദ്ദേഹം അവിടുന്ന് മടങ്ങുകയും ചെയ്തു. അതേ എന്തിനാണ് ആശുപത്രിയിൽ വന്നതെന്ന് പോലും നമുക്കറിയില്ല. എന്ത് കാര്യത്തിലാണ് അദ്ദേഹം അവിടെ ആശുപത്രിയിൽ എത്തിയത് എന്ന് പോലും വ്യക്തമല്ല നമുക്ക്. വേറെ ഏതെങ്കിലും ആവശ്യത്തിലാണോ വന്നതെന്ന് പോലും അറിയില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു. സർക്കാരിന്റെ അനാസ്ഥയെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിന് ധനസഹായം നൽകണം, മകളുടെ ചികിത്സാ ചിലവ് വഹിക്കണം, അതുപോലെ തന്നെ കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മന്ത്രിമാർ ഇടപെട്ടതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇത്രയും വൈകാൻ കാരണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. വൻ ജനാവലി തന്നെയാണ് ആ വീടിന്റെ പരിസരത്തുള്ളത്. അവസാനമായി ഒരു നോക്ക് കാണാനായി